بسم الله الرحمن الرحيم أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ചറബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബ് നാം ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ രാത്രിയിലെ 6-7 മണിക്കൂർ കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ സമയങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂ. ഒരു മനുഷ്യന് ഈ ഭൗതിക ലോകത്ത് താമസിക്കാൻ മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു ഭവനം വേണം. തൻ്റെ കുടുംബവും മക്കളുമൊക്കെ ഭക്ഷിക്കണമെങ്കിൽ നിത്യവൃത്തിക്കുള്ള ചിലവിനുള്ള ക്യാഷ് നമ്മുടെ കൈവശമുണ്ടാകണം. എന്നാൽ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനന്തരാവകാശികളിൽ നിന്നൊന്നും അവർക്ക് ലഭിക്കുകയുണ്ടായിട്ടില്ല. ആ മനുഷ്യരുടെ അധ്വാനം കൊണ്ടായിരിക്കും അയാളുടെ ജീവിതത്തിൽ നേടിയതൊക്കെയും അയാൾ നേടിയെടുത്തത്. എന്നാൽ ചില മനുഷ്യർ അങ്ങനെയല്ല. അവർക്കിവിടെ ജീവിക്കാൻ വേണ്ടുന്നതൊക്കെ അവരുടെ മാതാപിതാക്കളിലൂടെയോ അവരുടെ പ്രപിതാക്കളിലൂടെയോ ഒരു 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള അനന്തരാവകാശ സ്വത്ത് തൻ്റെ പ്രപിതാക്കളിൽ നിന്നോ തൻ്റെ മാതാപിതാക്കളിൽ നിന്നോ അനന്തരാവകാശ സ്വത്തായി അയാൾക്ക് ലഭിക്കും. ഇന്ത്യയിലെ ഒരു സെലിബ്രിറ്റി ആയിരുന്ന സൈഫ് അലി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് 15,000 കോടി സ്വത്തുവകകളാണ് അനന്തരാവകാശമായി ലഭിച്ചത്. പക്ഷേ ശത്രുരാജ്യത്തിൻ്റെ സ്വത്ത് എന്ന രൂപത്തിൽ അത് സർക്കാർ പിടിച്ചെടുക്കുകയാണ്, ഗവൺമെൻറ് അത് പിന്നെ തിരിച്ചു പിടിച്ചെടുക്കുകയാണ്. ഈ ലോകത്ത് എത്ര തന്നെ വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച മനുഷ്യരാണെങ്കിലും അനന്തരാവകാശികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും സ്വത്തുവകകളുമുള്ളവരാണെങ്കിലും ഇതെല്ലാം മറ്റൊരു തലമുറയ്ക്ക് കൈമാറിയിട്ടോ അല്ലെങ്കിൽ കൈമോശം വന്നുകൊണ്ടോ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. എന്നാൽ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 10-11 വചനങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല
യഥാർത്ഥ അനന്തരാവകാശം, സ്വർഗം അനന്തരാവകാശമായി നേടുന്നവർ. മലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതിറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും അതിൻ്റെ ശ്രവണം, ഒരു ശ്രവണപുടങ്ങളിലും അതിൻ്റെ ലയനങ്ങൾ അടിച്ചിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിലും സങ്കല്പിച്ചു നോക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമുള്ള ആ സ്വർഗം അനന്തരാവകാശമായി നേടുന്നവരെ കുറിച്ചാണ് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 10-11 വചനങ്ങൾ ഖുതുബയുടെ ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക ഹുമുൽ വാരിസൂൻ. അവർ തന്നെയാണ് സ്വർഗം അനന്തരാവകാശമെടുക്കുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. എന്തിനെയാണ് അവർ അനന്തരാവകാശം എടുക്കുന്നത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഉന്നതമായ സ്വർഗത്തെയാണ് അവർ അനന്തരാവകാശമായി നേടിയെടുക്കുന്നത്. ഇവിടെ അനന്തരാവകാശമായി നമുക്ക് കിട്ടുന്നത് താൽക്കാലികമായ 50-60 വർഷമാണ്. ചിലപ്പോൾ അത് കൈനഷ്ടം വന്നു പോയേക്കാം. എന്നാൽ സ്വർഗം അനന്തരാവകാശമായി കിട്ടുന്നവർക്ക് എത്ര നാളാണ് അവിടുത്തെ ജീവിതം? ഹും, അവർ, ഫീഹാ, ആ ഉന്നതമായ അല്ലാഹുവിന്റെ ഫിർദൗസിൽ, ഖാലിദൂൻ, ശാശ്വത നിവാസികളാണ്. അനശ്വരമായ ജീവിതമാണ്. സഹോദരങ്ങളെ, ഇവിടെ നാം താരതമ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ പ്രപിതാക്കന്മാരിൽ നിന്നോ അനന്തരാവകാശമായി ലഭിക്കുന്നത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോവുകയോ നമ്മുടെ മരണത്തോടുകൂടി അടുത്ത അനന്തരാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യും. എന്നാൽ അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറഞ്ഞത് ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ അത്രേ സ്വർഗം അനന്തരാവകാശമായി എടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ഉന്നതമായ സ്വർഗത്തെയാണ് അനന്തരാവകാശമായി അവർക്ക് കിട്ടുന്നത്. എത്ര നാളാണ്? ഹും ഫീഹാ ഖാലിദൂൻ, അവർ ശാശ്വത നിവാസികളാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിലും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിലേക്ക് വാ, ഹയ്യ അലൽ ഫലാഹ്, അനശ്വരമായ സ്വർഗം നേടണ്ടേ, വിജയത്തിലേക്ക് വാ. നമ്മുടെ ജോലിയെല്ലാം മാറ്റിവെച്ച് നമ്മൾ അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒത്തുകൂടിയത് സ്വർഗമുണ്ടോ എന്ന് സംശയമുള്ളവരല്ല, സ്വർഗമുണ്ട് എന്നുറപ്പുള്ളവരാണ്. നരകമുണ്ട് എന്നുറപ്പുള്ളവരാണ്. മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നുറപ്പുള്ളവരാണ്. അവരോടാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു അനശ്വരമായ ഈ സ്വർഗം അനന്തരാവകാശമായി നേടുന്നവരുടെ 5 വിശേഷണങ്ങൾ, 5 ക്വാളിറ്റിയാണ് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു പറയുന്നത്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് എന്ന് പറഞ്ഞാൽ ഖദ് ഹർഫു തഹഖീഖ്, ഉറപ്പിക്കാൻ വേണ്ടി, സംശയമൊന്നുമില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അല്ലാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ, മനുഷ്യരോടോ സൃഷ്ടികളോടോ ആൾദൈവങ്ങളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒന്നിനോടും ഒരു സൃഷ്ടി പൂജയുമില്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത വിശ്വാസികൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ വിജയിക്കുന്ന വിശ്വാസികളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയായിട്ട് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്. അവരെങ്ങനെയെങ്കിലും നമസ്കരിക്കുന്നുവെന്ന് അല്ല അല്ലാഹു പറഞ്ഞത്. ഇവിടെ നാം അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഇവിടെ നാം നന്നായി മനസ്സിലാക്കേണ്ടത്, തോന്നുന്ന സമയങ്ങളിൽ നമസ്കരിക്കുന്നവരെന്നല്ല. നമസ്കാരത്തിൽ ബിസിനസ്സിനെ കുറിച്ചും മകളുടെ വിവാഹത്തെക്കുറിച്ചും നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളെക്കുറിച്ചും
സ്വപ്നം കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരെന്നല്ല അള്ളാഹു പറഞ്ഞത്. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ അള്ളാഹുവുമായി അവരുടെ ഹൃദയം കണക്ഷനാകും. ഈ ഭൗതികമായ ലോകത്തിനപ്പുറം അവർ അള്ളാഹുവുമായിട്ട് കണക്ഷനിലാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൈദാ ഖാല അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകന്റെ ഖുദ്സിയായ ഒരു പ്രവാചക വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു അടിമ, ഒരു ദാസൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും രോഗങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന റബ്ബേ നിനക്ക് സർവസ്തുതിയും. ആ ഹംദ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ, ഹൃദയത്തിൽ നിന്നൊരു ഹംദ് വരുമ്പോൾ റബ്ബ് അവന് കൊടുക്കുന്ന മറുപടി ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ആറ്റിങ്ങൽ മസ്ജിദിൽ നിന്ന് നാം നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നാവുകൊണ്ടല്ല പറഞ്ഞത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിനെ ഹംദ് ചെയ്യുമ്പോൾ റബ്ബ് അവന് കൊടുക്കുന്ന മറുപടി ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ ഹംദ് പറഞ്ഞിരിക്കുന്നു. ഈ മാമ്പഴക്കാലത്ത് കോടിക്കണക്കിന് മാമ്പഴങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചു. അതിൻ്റെ മധുരവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സുഗന്ധവും ആസ്വദിച്ച് ഒരു മാമ്പഴം നാം കഴിച്ചതിൻ്റെ മധുരം ആസ്വദിച്ച് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഒരു അടിമ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് മാമ്പഴങ്ങൾ സൃഷ്ടിച്ച റബ്ബിനതൊരു ഹംദായി. സഹോദരങ്ങളെ, റബ്ബ് തിരിച്ചു പറയും ഹമിദനി ആബിദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വൈദാ ഖാല അബ്ദി അർറഹ്മാനിർ റഹീം, എൻ്റെ ഒരടിമ, എൻ്റെ റബ്ബ് പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. എൻ്റെ മാതാപിതാക്കളെക്കാൾ, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെക്കാൾ, ലോകത്തെല്ലാവരും എന്നെ കൈയൊഴിഞ്ഞാലും പരമകാരുണ്യകനും കരുണാനിധിയുമായ എൻ്റെ റബ്ബ് എന്നെ ചേർത്തു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ ഗുണഗണങ്ങൾ എടുത്തു പറയുമ്പോൾ റബ്ബ് തിരിച്ചു പറയും അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു, നമ്മുടെ റഹ്മാനും റഹീമും, അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ കേൾക്കുമ്പോൾ റബ്ബ് തിരിച്ചു പറയുന്ന മറുപടി അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വൈദാ ഖാല അബ്ദി മാലിക് യൗമിദ്ദീൻ, എൻ്റെ ഒരടിമ മാലിക് യൗമിദ്ദീൻ, പ്രപഞ്ചത്തിൻ്റെ അഥവാ അന്ത്യനാളിൻ്റെ പരലോകത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ റബ്ബ് തിരിച്ചു പറയുന്നത് മജ്ജദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ ഉന്നതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. വൈദാ ഖാല അബ്ദി, എൻ്റെ ഒരടിമ നമസ്കാരത്തിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവൻ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് അശ്രദ്ധയിലും ആലസ്യത്തിലുമല്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. എൻ്റെ മഹലിൻ്റെ, എൻ്റെ പരിസരത്തുള്ള പലരും ദർഗകളോടും കബറുകളോടും മനുഷ്യരോടുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഹൃദയം കൊണ്ടുള്ള തേട്ടം, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്നൊരടിമ പറയുമ്പോൾ റബ്ബ് തിരിച്ചവന് കൊടുക്കുന്ന മറുപടി ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് സഹോദരങ്ങളെ എന്ന് റബ്ബ് മറുപടി പറയും. എവിടെ വെച്ചുള്ള കരാറാണ്? നമ്മളെ അല്ലാഹു ശാരീരികമായ ഈ അവസ്ഥയിലേക്കാകുന്നതിന് മുമ്പ് നമ്മൾ ആത്മാവുകളായിരുന്ന, നമ്മുടെ റൂഹുകളായിരുന്ന ആ ലോകത്ത് വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഖാലു അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവായ റബ്ബ്? ഈ ലോകത്ത് ജീവിക്കുന്ന ജനകോടികൾ, പല മതങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യരൊക്കെയും അവരുടെ ആത്മാക്കളൊക്കെയും അവിടെ പറഞ്ഞു ഖാലു ബല അന്ത റബ്ബുന, അതേ റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ആ കരാർ
ഒരു മുവഹിദ്, ഒരു വിശ്വാസിയായ മനുഷ്യൻ 5 നേരം കൈകെട്ടി നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയുമ്പോൾ റബ്ബ് അവന് തിരിച്ചു കൊടുക്കുന്ന മറുപടി ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. അതുകൊണ്ട് വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം നൽകും. അവിടെ ഒരു മുവഹിദിന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് അല്ലാഹു ഉത്തരം നൽകുന്നത് സഹോദരങ്ങളെ. അപ്പോഴാണ് ആ സത്യവിശ്വാസി അഥവാ റബ്ബിനെ സ്തുതിക്കുകയും അവന്റെ ഗുണഗണങ്ങൾ എടുത്തു പറയുകയും അള്ളാഹുമായിട്ടുള്ള കരാർ സമ്മതിക്കുകയും ചെയ്തതിന് ശേഷം നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോ എന്ന് പറയുമ്പോൾ ഒന്നാമതായി ഒരു വിശ്വാസി ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ നേരെ ചൊവ്വേ വളഞ്ഞതും തിരിഞ്ഞതുമായ മാർഗങ്ങളിൽ നിന്ന് മാറി പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ ഹിദായത്തിന്റെ മാർഗത്തിൽ നാഥാ നീ ഞങ്ങളെ നയിക്കണമേ. ഏതാണ് ആ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് സഹോദരങ്ങളെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉപജീവനത്തിൽ, എൻ്റെ മക്കളുടെ വിവാഹത്തിലൊക്കെയും അല്ലാഹുവേ ആ നേരിൻ്റെ മാർഗം, വളഞ്ഞ വഴി, സ്ത്രീധനം വാങ്ങുന്ന കല്യാണം, അതുപോലെ കൊള്ളലാഭം, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒന്നിലും എന്നെ പെടുത്താതെ നേരെ ചൊവ്വേ ഒരു നല്ല മനുഷ്യനായി, നല്ല വിശ്വാസിയായി നാഥാ